الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله طلق بن حبيب رحمه الله تابعيا طلق بن حبيب العنزي رحمه الله വഫാത്താകുന്നത് ഹിജ്റ 100 മുമ്പാണ്. അദ്ദേഹം പറയാണ്, إذا وقعت الفتنة فأطفئوها بالتقوى. إذا وقعت الفتنة فتنة സംഭവിച്ചാൽ فأطفئوها بالتقوى തഖ്വ കൊണ്ട് നിങ്ങൾ അതിനെ അടച്ചു കളയുക, അതിനെ കെടുത്തി കളയുക എന്ന് പറഞ്ഞു. ഖാലു, ആ സമയത്ത് അദ്ദേഹത്തെ കേട്ട ആളുകൾ ചോദിച്ചു, വമത് തഖ്വ, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ കൊണ്ട് ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ തഖ്വ കൊണ്ട് അതിനെ കെടുത്തി കളയണം, അടച്ചു കളയണം എന്ന് പറഞ്ഞല്ലോ. എന്താണ് തഖ്വ? ആ സമയത്ത് അദ്ദേഹം എന്താണ് തഖ്വ എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ തഖ്വയെ സംബന്ധിച്ച് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു നിർവചനം ഇതാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഈ തഖ്വയുടെ നിർവചനം പല പണ്ഡിതന്മാരും പറഞ്ഞതിൽ ഏറ്റവും അഹ്സനായ നിർവചനമാണ് എന്ന് പലരും പറഞ്ഞിട്ടുള്ള ഒരു നിർവചനമാണ് തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ള തഖ്വയുടെ വിശദീകരണം. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? തഖ്വ എന്ന് പറഞ്ഞാൽ അൻ തഅമല ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ് വഅൻ തത്രുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്. അൻ തഅമല ബിതാഅത്തില്ലാഹ്, നീ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യലാണ്. അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അഥവാ അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നീ സൽക്കർമ്മങ്ങൾ ചെയ്യലാണ്, അള്ളാഹുവിനനുസരിക്കലാണ്. തർജു സവാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള കൂലി നീ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യലാണ്, പ്രമാണത്തിൽ വന്ന സ്ഥിരപ്പെട്ട കർമ്മങ്ങൾ ചെയ്യലാണ്. വഅൻ തത്രുക മഅസിയത്തല്ലാഹ്, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ നീ വെടിയലാണ്. അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വഹീൻ്റെ അടിസ്ഥാനത്തിൽ, പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ അള്ളാഹ് വിലക്കിയ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വെടിയലാണ്. തഖാഫു ഇഖാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആരെങ്കിലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രമാണത്തിൽ, തെളിവിൽ, വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസിലോ തെറ്റാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ വെടിയലാണ്. അതുപോലെ തന്നെ നന്മയായി വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസിലും പഠിപ്പിച്ച കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നീ ചെയ്യലാൻ. ഇതാണ് തഖ്വ എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നോക്ക്, ഫിത്നകൾ ഏത് സംഭവിച്ചാലും അതിനെ അണച്ചു കളയാൻ, അതിനെ കെടുത്തിക്കളയാനുള്ള മാർഗം തഖ്വയാണ്. ഏതു പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്തു തലാഖിൽ പറഞ്ഞില്ലേ, വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ. ആര് അള്ളാഹുവിനെ തഖ്വ കാണിക്കുന്നോ, സൂക്ഷ്മത കാണിക്കുന്നോ, ആര് തഖ്വയുള്ളവരായി ജീവിക്കുന്നുവോ അവർക്ക് അള്ളാഹു ഏതു പ്രശ്നങ്ങളിലും ഒരു മഖ്റജ്, ഒരു രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, വാഗ്ദാനം ലംഘിക്കാത്ത അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത്. അപ്പോൾ ഏതു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തഖ്വയാണ്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? നന്മകൾ ചെയ്യലാണ്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. എങ്ങനെ നന്മ ചെയ്യണം? പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തെങ്കിലും തോന്നിയതല്ല, പ്രമാണത്തിൽ സ്ഥിരപ്പെട്ട നന്മകൾ അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണം വജ്ഹുള്ള ഉദ്ദേശിച്ചുകൊണ്ട് അമൽ ചെയ്യലാൻ. അതുപോലെ തന്നെ അള്ളാഹ് വിലക്കിയ കാര്യങ്ങൾ,
അതും പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ തെറ്റാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് വെടിയലാണ്. ഇതാണ് തഖ്വ. നന്മകൾ ചെയ്യുക, തിന്മകൾ വെടിയുക. നന്മകളും തിന്മകളും എങ്ങനെ മനസ്സിലാക്കും? പ്രമാണത്തിൽ നിന്ന് മനസ്സിലാക്കും. നന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നു. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചിട്ടാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇതാണ് തഖ്വ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.